എന്താണാവോ ചെറിയർക്ക് വേണ്ടേ? ദാഹിക്കണു കുഞ്ഞിപ്പെണ്ണേ. എന്തോ? ദാഹിക്കണു കുഞ്ഞിപ്പെണ്ണേ, ദാഹിക്കണു. ദാ വരണു. കുഞ്ഞിപ്പെണ്ണേ. എവിടെ? ദാഹിക്കണമെന്ന് പറഞ്ഞല്ലോ എന്റെ ഈശ്വര. കുഞ്ഞിപ്പെണ്ണേ, വല്ലാത്ത ദാഹം. കുഞ്ഞിപ്പെണ്ണേ, വല്ലാത്ത ദാഹം. കുഞ്ഞിപ്പെണ്ണേ, ദാഹിക്കണു. കുഞ്ഞിപ്പെണ്ണേ, ദാ വരണു. ചെറിയൊരു ദാഹിക്കണോന്ന് പറഞ്ഞിട്ട് ഈശ്വര. എന്താണ് കുഞ്ഞിപ്പെണ്ണേ രാത്രി കിണ്ടിമ്പള്ളൊക്കെ ഒരു മാനം നോക്കിക്കണേ? ഞാൻ കണ്ടു. ആരെയാ? ചെറിയൊരു വലിയൊരും. എവിടെയാണ്? ഇവിടെ. വെറുതെ പഠിപ്പിക്കുക. പിന്നെ കുഞ്ഞിപ്പെണ്ണേന്ന് വിളിച്ചു. ദാഹിക്കണോ വെള്ളം വേണോന്ന് പറഞ്ഞു. വെറുതെ മനസ്സിലുള്ളത് വിചാരിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കിയാൽ ആരാ അത്? ഞാനാ. മിണ്ടൂല്ലേ? ഞാനാന്ന് പറഞ്ഞില്ലേ? എന്താ കുഞ്ഞുമാ പേടിച്ചു? അല്ല, കള്ളന്മാരിറങ്ങിണ്ട്. ഗോപാല, ചെറിയച്ഛനും വല്യച്ഛനും ദാഹിച്ച് നടക്കുക. ഇതൊക്കെ ആരാ അമ്മയോട് പറഞ്ഞേ? ഞാൻ കണ്ടതാ. രണ്ടാളും ഈ തിണ്ണമേ വന്നിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാ, മോനെ അവർക്ക് ഉടനെ നമുക്ക് ദാഹം വെക്കണം. 2 കിലോ കൂർക്ക മേടിച്ചതാ. അതുണ്ടോ ചേട്ടാ? കൂർക്കയോ? എവിടാ കൂർക്ക? അമ്മയ്ക്ക് ഇടയ്ക്കുള്ളതാ. എന്ത്? കുഞ്ഞുമാൻ പേടിക്കണ്ട, പോയി കുളിച്ചിട്ട് വാ. ഞാൻ കുളിക്കണം? പിന്നെ ദേഹം മുഴുവൻ എണ്ണ വെച്ചത്? അല്ല, അത് വേണേ തുടച്ചു കളയാം. പോയി കുളിക്കണ്ടേ കുഞ്ഞുമാവ? ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടെങ്കിൽ ഞാനും വരാൻ കൂട്ടില്ല. അല്ല, അങ്ങനെ പേടിയൊന്നുമില്ല. എന്നാൽ ഈ രാത്രി ഞാൻ ഒറ്റയ്ക്ക് കുളിക്ക. അതിന് പ്രശ്നമൊന്നുമില്ല. എന്നാ പോയി കുളിച്ചിട്ട് വാ. അല്ല, നീ എവിടേക്കാ പോണേ? നീ വന്നേരാ. അല്ല, നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാന്നേ. കുളിക്കാൻ പോവാ. ഞാൻ കുളിച്ചതാ. അല്ല, ഒന്നുകൂടി കുളിക്കാന്നേ. അമ്മോ, ഞാൻ കുളിക്കണവനുണ്ട്. വാ നടക്ക. നീ മുമ്പിട്ട് കിടന്നേ. നിനക്ക് ധൈര്യം ഉണ്ടോന്ന് അറിയാലോ. പങ്കജാക്ഷൻ കടൽ വർണ്ണ യേസുദേവൻ. ഇത് ഓടല്ല. നീ എന്തുട്ട് പണി കാണിക്കണേ? എടാ, ഇത് അസല ഓടണ വെള്ളോടാണെന്ന്. വെള്ളോട് കാര്യം അമ്മാവനാണേലും ഓടേതാ പിച്ചറ ഏതാ ഇരുമ്പേതാന്ന് എന്നെ പഠിപ്പിക്കണ്ട. കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചേക്ക്. ഇരുമ്പിന് വില കൂടുമ്പം കൊടുക്കാം. ഇനി മേലാല് ഈ സാധനം ഞാൻ ഇവിടെ തരില്ല. കുന്നംകുളത്ത് കൊണ്ടുപോയി കൊടുത്താലേ നല്ല വില കിട്ടും. കുന്നംകുളത്തുകാർക്ക് ഇരുമ്പ് കച്ചവടമല്ലേ? 2 തികയില. ആര് പറഞ്ഞു? നീ ശരിക്കും നോക്കി. കണ്ട ഇപ്പോഴും കണ്ടില്ല? കൈ എടുക്കുഞ്ഞുമാ. ആര് കൈ വെച്ച്? പിന്നെ സ്വർണം നോക്കണ മാതിരിയല്ലേ പഴയ വോട്ട് സാമാനങ്ങൾ നോക്കണത്. ഗ്രാമും മില്ലിഗ്രാമും പണിക്കുറവും. ഇവനാര്? തട്ടാന്റെ മോനാ? തട്ടാന്റെ മോനല്ലെങ്കിലും തട്ടാന്മാരുമായിട്ട് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പണിയെടുക്കുമ്പോ അതേ ശ്രദ്ധിക്കും. മൂത്തോരെ കളിയാക്കിയാലേ ഗുണം പിടിക്കല. എളിക്കണ. അത് 4 കിലോ കൂട്ടിക്കൊള്ളു കേട്ടോ. നമ്മളുണ്ടാക്കുന്ന സാധനങ്ങളെ മൂപ്പര് ഇരട്ടി വിലക്കാ വിൽക്കണേ. നമ്മളെക്കാൾ കൊള്ളലാഭം കുഞ്ഞമ്മാവനാ. പിന്നെ ഞാനിവിടെ കൊള്ളലാഭം എടുത്ത് കൊണ്ടൊന്ന് കൂട്ടിയിരിക്കല്ലേ. ഡാ, ഞാൻ ഇച്ചിരി അരി മേടിച്ചോട്ടോ. പിന്നെ അച്ഛമ്മല്ലേ അത്? അതല്ലോ. നീ വഞ്ചി അങ്ങോട്ട് കൊണ്ടില്ലടാ. ആ വഴി എങ്ങാ വന്നാ പോരെ അച്ചമ്മയ്ക്ക്. വെറുതെ മനുഷ്യൻ ബുദ്ധിമുട്ടി കണ്ടിട്ടു. ഏതായാലും അമ്മായിനെ കണ്ടിട്ടേ പോണുള്ളൂ. ഞാൻ 4 അരൂടെ അടുപ്പത്തിട്ട് എന്റെ അടുത്ത് വന്ന അമ്മ സുഖമായിട്ട് ഊണ് കഴിക്കും. അതിപ്പോ ഇവിടെ മാത്രമല്ല, എവിടെ ചെന്നാലും തീറ്റയുടെ കാര്യത്തിൽ അച്ഛമ്മയ്ക്ക് പോടാ അവിടുന്ന്. ഞാൻ ഇടയ്ക്ക് ഒരു നായര കടയിൽ കയറിപ്പോ നല്ല 1-ാം തരം പൂട്ട്. 4 കഷ്ണം പൂട്ടും 2 പഴം കൂടി അടിച്ച് അവിടുന്ന് ഒരു നടയങ്ങട് നടന്നു. ഇതൊന്ന് ദയിച്ച് കിട്ടണ്ടാ. ഇവിടെ വന്ന് എന്തെങ്കിലും വയറ് നിറച്ച് തിന്നില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര മനോവിഷമാവും.
എടാ കൊച്ചുഗോപാല, ഇതെന്താടാ അച്ഛമ്മ ഈ കാണണേ? എന്താ അച്ഛമ്മേ? എന്റെ കണ്ടപ്പന്റെ തനി സ്വരൂപമുള്ള മോനല്ലേ നീ? ഇപ്പൊ നിന്റെ തടിയും പോയി, നിറവും പോയി, നീ ആ കോലം കെട്ടിലൂടെ മോനെ. തീന്റെ ഉള്ളിൽ കിടന്നുള്ള പണിയല്ലേ. അച്ഛമ്മേനോട് പറയാ ഞാനൊന്ന് വെളുത്ത് മിനിങ്ങിന്ന്. ഹാവൂ, ഞാനൊന്ന് ഇരിക്കട്ടെ എന്റെ മക്കളെ. കുഞ്ഞു പെണ്ണ് എന്തേടാ? അച്ഛമ്മയെ കണ്ടപ്പോഴേ അരി അടത്തിടാൻ പോയതാ. കുഞ്ഞു പെണ്ണെ, അമ്മയ്ക്ക് ഇത്തിരി വെള്ള കാപ്പി അങ്ങോട്ട് എടുത്തേടി. ഭയങ്കര പരവേശം. എന്താ ഈ പുണ്യമിണ്ടാത്തെ? അമ്മായി വന്ന് കേറിയില്ലുള്ളൂ. അമ്മായിടെ കഴിയട്ടെ, എന്നിട്ട് തുടങ്ങാം. നീയൊക്കെ വലിയ പുലിവേര് അമ്മാവന്മാരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? നിനക്ക് ഈ പിള്ളേർക്ക് ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റിയോടാ? ഈ ഗോപാലിന് വയസ്സെത്രയായിരുന്നു നിന്റെ വിചാരം? അതിനവന് പെണ്ണ് വേണ്ടല്ലോ. ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടി പെണ്ണന്വേഷിച്ച് എത്ര നടന്നാന്നറിയോ? വേണ്ടെന്നാരും പറഞ്ഞില്ല. രണ്ടാൾക്കും കൂടി ഒരു പെണ്ണ് കൊണ്ടുവരുന്ന ഇടപാടുണ്ടല്ലോ, അത് നടക്കില്ല. എന്നാ നിങ്ങളെ രണ്ടാളും കൂടി 4 പെണ്ണുങ്ങളെ കൊണ്ടുപോയോ, എന്നിട്ട് തമ്മി തല്ലി തല പൊളിച്ച് ചാവ്. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഈ അച്ഛമ്മേ 4 ആണുങ്ങളുടെ കൂടെ കഴിഞ്ഞതാ. എന്റെ കെട്ടിയവന്മാര് ഒന്നും ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അത്ര ഒരു മേലെ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് വരെ ഇവരുടെ അച്ഛന്മാര് പറഞ്ഞെന്ന് ഒരു വാക്ക് തെറ്റി ഞാൻ ജീവിച്ചിട്ടില്ല എന്ന് അമ്മയ്ക്ക് അറിയാലോ. അതെ, അവരുടെ ആശം നടത്തി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ എന്നോട് ചോദിക്കില്ലേ? ഞാൻ സമാധാനം പറയണ്ടേ? പിന്നെ മരിച്ചു പോയരോന്ന് അമ്മയോട് ചോദിക്കല്ലേ? ചോദിക്കൂടാ. മരിച്ചെങ്കിലും 2 ആളും എന്റെ കൂടെ. നിങ്ങക്ക് മനസ്സിലാവില്ല. ആ, ഇവർക്ക് വെച്ച് വിളമ്പി ഇവരുടെ തുണി തിരുമ്പി എന്റെ കാലം കഴിയും. എനിക്ക് പ്രായം കൂടി കൂടിയല്ലേ വരണേ. എനിക്കൊരു സമാധാന സന്തോഷം ഇവര് തരില്ല എന്റെ അമ്മേ. ഇവര് രാത്രി സർക്കിട്ടിന് പോകുമ്പോ മിണ്ടാനോ പറയാനോ ഒരാളില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കണം. ഞാൻ പിടഞ്ഞു മരിച്ച ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കിട്ടില്ല. അതാ എന്റെ ഗതി. എന്റെ കുഞ്ഞിപ്പെണ്ണെ, നീ ഇങ്ങനെ കരയാതെ എന്റെ പൊന്നു മോളെ. ഓ, അപ്പോഴേക്കും തുടങ്ങിയ കരച്ചില്. അമ്മയെ നോക്കാനും സഹായിക്കാൻ ഒരു മരുമോള് വേണമെങ്കിൽ കൊണ്ടുവരണം. ഞാൻ മാത്രമല്ലല്ലോ, ഉണ്ണിയില്ലേ? അപ്പൊ നിനക്കോടാ? ഞാൻ കഴിക്കണില്ല, അത് തീരുമാനിച്ചതാ. അവൻ ഇപ്പോഴോ തട്ടാത്തിപ്പെണ്ണിന്റെ വിചാര. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാനും ഒരു മനുഷ്യനാ, എനിക്കുണ്ട് മനസ്സ്. അന്ന് ലീല എന്റെ കൂടെ വരാൻ ഒരുക്കുമായിരുന്നു. അവൾ ഈ പടി കയറിയ അമ്മ തൂങ്ങിച്ചാവൂന്ന് പറഞ്ഞു. തട്ടാമാരത്ര സാണജാതിയൊന്നും അല്ലല്ലോ, കമ്മാളന്മാരിപ്പെട്ടവരല്ലേ. അന്ന് ഞാൻ അമ്മയുടെ കൈയും കാലും പിടിച്ചതല്ലേ, സമ്മതിച്ചില്ല. എന്നിട്ട് ഇപ്പൊ എന്നെ കല്യാണം കഴിപ്പിച്ച് ഞാൻ സുഖമായിട്ട് ജീവിക്കണം. എനിക്കിനി എന്തോന്ന് സുഖം? സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു ജീവിതം പഴക്കാൻ മൂപ്പരാരാ കുഞ്ഞമ്മ? അവരെ വേണോ? ഒന്ന് മിണ്ടാണ്ടിരുന്നില്ല അവിടെ. ഇനിയിപ്പോ അവന്റെ വായനോലും കേൾക്കൂട്ടോ. ആ, ഏതാണ് ഈ തട്ടാത്തി പെണ്ണ്? അവളെ കെട്ടിച്ചോട്ട് 1-2 പിള്ളേരുമായി. എന്നിട്ട് ഇപ്പോഴും അവന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും ആ വിചാര. എന്റെ വാക്ക് കേക്കണ്ട, ആരും കേക്കണ്ട. ഞാൻ ഇങ്ങനെ ഇരുന്ന് നരയിച്ച് ചത്തോളാം. നല്ല നല്ല മൂശേച്ചി പെൺകുട്ടികൾ അവൻ കണ്ടിട്ടില്ല. അതാ കണ്ട തട്ടാത്തി പെൺകുട്ടികൾ പുറകെ പോണത്. ഇത് കണ്ട സുന്ദരിയാ. എന്താ അവളുടെ ഒരു നിറം! ഇതെന്തുട്ടത്? ദന്തഗോപുരോ? പല്ലിത്തിരി പൊങ്ങിണ്ട്, ആ കുറവേ ഉള്ളൂ. ആ, അതെ അതെ, എപ്പോഴും പുഞ്ചിരിച്ചോണ്ടിരിക്കും. നിനക്ക് ചേരും. ഇത് ഫ്രെയിം ഇടാൻ പറ്റില്ല കേട്ടോ, ചില്ല് പൊട്ടും. പല്ല് കൊണ്ടിട്ടേ ഇതെവിടെ കിട്ടണ ഭായി? അമ്മാളൂന്റെ നാത്തൂന്റെ മോള. ഇത്രയും സുന്ദരി എനിക്ക് ചേരില്ല അച്ചമ്മേ. അതൊന്നും സാറില്ലടാ. പെണ്ണാണും തമ്മിലുള്ള ചേർച്ച നിറത്തിലും മണത്തിലൊന്നല്ല. ഇങ്ങോട്ട് നോക്കി, കിടക്കപ്പായല. മുഷാരിയെ, കറുത്ത മുഷാരിയെ. എന്താ വിളിച്ച? കറുത്ത മൂശായിരുന്നോ? അപ്പൊ നീ ഒരു വെളുത്ത വണ്ണാത്തിയാ? എന്നെ എന്റെ പേര് വിളിച്ചാ മതി. അത് ശരി. അപ്പൊ എന്നെ കറുത്ത മൂശാരിന്ന് വിളിച്ചോ? നിങ്ങളുടെ പേര് വിളിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ എന്നെക്കാളും മൂത്തല്ലേ? മൂത്തതാണ് ജാതി പേര് വിളിക്കണോ? ഏട്ടാന്ന് വിളിക്കണം. അയ്യടാ, നിങ്ങളുടെ കെട്ടിയോള് വരും. കെട്ടിയോളായിട്ടെ നീ പോര്. അയ്യടാ, നിങ്ങളിപ്പോ ഒന്നും വിളിക്കണില്ല, പോരെ? നിങ്ങളുടെ മുണ്ടും ഷർട്ടും തേച്ചത് തരട്ടെ? ഇവിടെ വെച്ചോ?
നീ വീട്ടിൽ വന്നല്ലേ മേടിച്ചത്, അവിടെ വന്ന് തന്നാ മതി. എന്നെ ഇപ്പൊ അത്രയും ദൂരം നടത്തിക്കണോ? നടക്ക്, ഒരു ഷർട്ട് തേക്കുന്നതിന് കാശ് എത്രയാ മേടിക്കുന്നത്? നടക്ക് നടക്ക്. ഉം. എന്തേ? അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട, ഇങ്ങോട്ട് നടക്ക്. ഈ ചെക്കന്മാരുടെ കയ്യിലിരിപ്പ് എനിക്കറിയാം. അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട. അയ്യടാ, ഇതെന്താ പൊതിയില്? പോത്തിറച്ചി. ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ കാരണവന്മാർക്ക് ദാഹം വെക്കുന്നുണ്ട്. പോത്തിറച്ചിയും കള്ളും ചാരായോ. മരിച്ചു പോയവരും തിന്നും കുടിക്കൊക്കെ ചെയ്യും. കാണണമെങ്കിൽ രാത്രി എന്റെ വീട്ടിലേക്ക് പോരും. പോരണ? ഇതെവിടെ പോയി പണ്ടാരം? ഇങ്ങനൊരു സാധനം. അമ്മേ, രണ്ടാൾക്കും ഇങ്ങനെ എത്ര വിളമ്പിയതാ ഞാൻ. ഇനി എന്നെ കൊണ്ടിങ്ങനെ വിളമ്പിക്കാതെ എന്നെയും കൂടെ അങ്ങ് കൊണ്ടുപോയിക്കൂടെ? തുടങ്ങി. കണ്ണീരോട് കൊടുക്കല്ലേ എന്റെ കുഞ്ഞുപെണ്ണെ, സന്തോഷായിട്ട് കൊടുക്ക്. വേലേ, നീ ചാരായത്തിൽ വെള്ളം ഒഴിക്കണ്ട. അത് ചാത്തുകുട്ടിക്ക് ഇഷ്ടല്ല, കണ്ടപ്പനും ഇഷ്ടല്ല. വെള്ളം ദേ തനിയെ അങ്ങോട്ട് വെച്ചാ മതി. എനിക്കറിയാം എന്റെ അമ്മായി, അലിയന്മാരുടെ കൂടെ ഞാൻ എത്ര കുടിച്ചതാ. എനിക്ക് തരാതെ അവര് കുടിച്ചിട്ടില്ല. ഇപ്പൊ ഏതായാലും അളിയന്മാരുടെ കൂടെ ഇരുന്ന് ഏട്ടൻ കുടിക്കണ്ട, എല്ലാം കഴിഞ്ഞിട്ട് കുടിച്ചാ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. ഇത് കണ്ടപ്പനളിയന്, ഇത് ചാത്തുക്കുട്ടി അളിയന്. അളിയന്മാരെ, വീടിൽ വെക്കുന്നുണ്ടേ. സർവശക്ത കാത്തുരക്ഷിക്കണമേ, ഞങ്ങളെല്ലാവരും എല്ലാവരും എഴുന്നേൽക്കുക. എന്നിട്ട് അവൾ പുറത്തേക്ക് പോവാ. അവര് വന്ന് തിന്നേ കുടിക്കുക എന്താ ചെയ്തോട്ടെ. എഴുന്നേൽക്കുക. അയ്യപ്പെണ്ണ എന്താ പറഞ്ഞു കേട്ടില്ലേ? എന്നാ പിന്നെ അവിടെ എഴുന്നേൽക്കുക, നടക്കുക.